നമസ്കാരം, ആനന്ദോത്സവത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള അത്രയും കലാകാരന്മാരും കലാ ആസ്വാദകരും ലോകത്ത് ഒരിടത്തുമില്ല എന്ന് സംശയാതീതമായിട്ട് നമുക്ക് പറയാം, അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം. കാരണം അതിന് തെളിവാണ് കേരളത്തിൽ നടക്കുന്ന ഈ മനോഹരമായ കലയുടെ ഈ വിരുന്ന്. നമുക്ക് ആരംഭിക്കാം നമ്മുടെ ആനന്ദോത്സവം. ഒന്നാമത്തെ വേദിയിൽ വളരെ മനോഹരമായ ഒപ്പന മത്സരം നടക്കുകയാണ്. ഈ ഒപ്പന മത്സരത്തോടു കൂടിയാണ് 56ാമത് സ്കൂൾ കലോത്സവത്തിന്റെ 5ാം ദിനത്തിന്റെ കൊടിയേറിയത്. ബീവിയും ഭൂരികളത്തല്ലോ കൗതുക കാഴ്ചകൾ കണ്ടിടും ലൈലല്ലോ നമ്മുടെ തലസ്ഥാന നഗരിയിലെ 19 വേദികളും സജീവമാണ്. അവിടെ കലയുടെ പൂരം നടക്കുകയാണ്. 31ഓളം മത്സര ഇനങ്ങളും അതിന് പങ്കെടുക്കാൻ 100 കണക്കിന് കുട്ടികളാണുള്ളത്.
വിവിധ സർക്കാർ വകുപ്പുകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ കലാമേളയുടെ വിജയം. കൗമുദി ന്യൂസ് റിപ്പോർട്ടർ മറിയയുടെ റിപ്പോർട്ടിലേക്ക്. കലോത്സവം കഴിഞ്ഞ് വേദി ഒഴിയുമ്പോൾ വൻ മാലിന്യ കൂമ്പാരം ഓരോ വേദിക്ക് ചുറ്റും പ്രത്യക്ഷപ്പെടുകയാണ് പതിവ്. എന്നാൽ ആ പതിവിന് വിപരീതമായി പുതിയൊരാശയവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് NSSന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ ഈ കുരുന്നുകൾ. പ്രധാന വേദികളിലേക്ക് പ്ലാസ്റ്റിക് വസ്തുക്കളുമായി പ്രവേശിക്കണമെങ്കിൽ 10 രൂപ നൽകി നിങ്ങൾ ഇവർ നൽകുന്ന സ്റ്റിക്കർ വസ്തുവിനുമേൽ പതിപ്പിക്കണം. വേദിയിൽ എവിടെയും നിക്ഷേപിക്കാതെ വസ്തുവുമായി തിരിച്ചെത്തുകയാണെങ്കിൽ ഈ കുരുന്നുകൾ 10 രൂപ നിങ്ങൾക്ക് തിരിച്ചു നൽകും. മാലിന്യ വിമുക്ത കേരളത്തിന് ഈ കുരുന്നുകൾ ഉയർത്തിയിരിക്കുന്ന പുതിയൊരാശയത്തിൽ നമുക്കും ഇവരോടൊപ്പം പങ്കുചേരാം. ഇന്ന് നമുക്ക് നമ്മുടെ അനന്തോത്സവത്തിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ദിവ്യ IAS ആണ്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലൊക്കെ സംസാരിക്കുമ്പം പറയും കേട്ടോ മാഡം, നമ്മളെ ഭരിക്കുന്നവർ, അധികാരത്തിലിരിക്കുന്നവർ സുന്ദരന്മാരും സുന്ദരികളൊക്കെയാണ് നമുക്കൊരു സമാധാനമുണ്ടെന്ന്. അല്ലാതെ പഴയ ആൾക്കാർ ഭരിക്കുമ്പോൾ ഇവരുടെ ഇതെല്ലാം സഹിക്കുകയും വേണം എന്ന് പറയുന്ന പോലെ. എന്തായിരുന്നാലും പുതിയ ഇങ്ങനെ മേഖലകളിൽ പുതിയ ആൾക്കാർ വരുന്നു. ഇപ്പം മാഡം ആണെങ്കിലും വന്നു. ഒരു പുതിയ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം ആയിട്ട് അതിനെ കാണാൻ പറ്റുമോ, അതോ നല്ലതാണോ, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നു സർക്കാർ മേഖലയിൽ ഇതുപോലുള്ള സിവിൽ സർവീസസിൽ വരേണ്ടത് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ശരിക്കും അഭിമാനമായി കാണേണ്ട ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് മുന്നിലുണ്ടെങ്കിലും ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുവാൻ ഏറ്റവും അധികം സാധ്യതകളുള്ളത്, ഇന്നും ഇന്ത്യയിൽ ഏറ്റവും അധികം സാധ്യതകളുള്ളത് സിവിൽ സർവീസിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇതിലേക്ക് വരണം. അവർക്ക് എന്നാലാകുന്ന പ്രചോദനമെല്ലാം ഞാനും നൽകുന്നുണ്ട്. കോട്ടയം അല്ലേ? അതെ, കോട്ടയമാണ് അസിസ്റ്റന്റ് കളക്ടർ. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രമാണ്. അതെ, ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. ഓ, അത് ശരി. അപ്പോൾ ഇന്ന് ഈ നമുക്കറിയാം ഈ കലോത്സവം വളരെ ഗംഭീരമായിട്ട് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പം മാഡത്തിന് ചെറുപ്പത്തിലെ ഒരു ഓർമ്മകൾ എന്തായാലും ഇതിലൂടെ മനസ്സിലൂടെ വരും. നമുക്ക് എല്ലാ വിഭാഗീയതയും മറന്ന് കുറച്ച് നേരം ഇരിക്കുന്നത് ഇങ്ങനെ കല കാണുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ ഇതും അന്ന് പണ്ട് മാഡമൊക്കെ പഠിക്കുന്ന കാലത്തുള്ളതും ഇന്നത്തെയും തമ്മിലുള്ള മാറ്റങ്ങൾ, പുരോഗതിയാണോ തോന്നിയിട്ടുള്ളത്, അതോ എന്താണ് ഇപ്പം ഫീൽ ചെയ്തിട്ടുള്ളത്? പഴയതിലും നല്ല നിലയിലേക്ക് ഇത് വരുന്നു. യുവജനോത്സവത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളെക്കാൾ എനിക്കൊന്ന് സമൂഹത്തിൽ കാലക്രമേണ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളാണ് കുറേ കൂടെ മുഴിച്ചു നിൽക്കുന്നത്. കാരണം അന്നൊക്കെ കുട്ടികൾക്ക് തങ്ങളുടെ പ്രതിഭ മാറ്റുരയ്ക്കാനായിട്ട് മറ്റ് വേദികൾ കുറവായിരുന്നു. സംസ്ഥാന യുവജനോത്സവമോ അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ ആർട്സ് ക്ലബ്സ് ഓരോന്നും ഉള്ളതിൻ്റെയൊക്കെ യുവജനോത്സവ വേദികളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ ഒരുപാട് കലയെ പ്രോത്സാഹിപ്പിക്കുന്നത് മൂലവും അതുപോലെ തന്നെ റിയാലിറ്റി ഷോ എന്നുള്ളൊരു പുതിയ പ്രതിഭാസം തന്നെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ഭയം, റിയാലിറ്റി ഷോ വന്നപ്പോൾ യുവജനോത്സവ വേദികൾക്കുള്ള ആ ഒരു പ്രാധാന്യവും തിരക്കും ഒക്കെ കുറയുമെന്നായിരുന്നു. പക്ഷേ അതിന് മാറായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ യുവജനോത്സവ വേദികളെ ശരിക്കും ഒരു ഉത്സവമാക്കി മാറ്റുന്നത് കാണാൻ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് മാഡം, ഈ റിയാലിറ്റി ഷോകൾ TV-യിലൂടെ വരുന്നത് നല്ലതാണെങ്കിൽ എന്നാലും വേദി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ്. വേദിയിലൊരു നാടകം കാണുക, പെർഫോമിംഗ് ആർട്ടിസ്റ്റിനും താങ്കൾക്ക് അത് അറിയാമായിരിക്കും. വേദിയിലൊരു നാടകം കാണുക, വേദിയിൽ നിന്ന് പെർഫോം ചെയ്യുക, സ്റ്റുഡിയോയിൽ പെർഫോം ചെയ്യുന്നതും ഒരു സദസ്സിന് മുന്നിൽ അതെപ്പോഴും നമ്മുടെ കലാകേരളത്തിലുള്ള പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് എന്ന്, അതാണ് ഇപ്പം മാഡം പറഞ്ഞതിന്റെ പ്രധാന കാര്യം. ഇപ്പം ഞാൻ സാധാരണ നമ്മൾ ചില കുട്ടികൾക്ക് കുട്ടികളെ എടുത്തു നോക്കും. ഇപ്പം നമുക്കറിയാം നമ്മുടെ മലയാള സിനിമയിലുള്ള വളരെ പ്രഗത്ഭരായ തിലകൻ ചേട്ടൻ, അവർക്കൊന്നും ഒരു വലിയ അംഗീകാരങ്ങളൊന്നും ആയിട്ട് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും അവരെന്ന് പറയുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതാണ് ഏറ്റവും വലിയ അംഗീകാരം. പക്ഷേ ചിലപ്പോൾ ഈ കുട്ടികൾക്ക് അത് മനസ്സിലാകാൻ ഉള്ള അറിവുണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഒരു 2ാം സ്ഥാനം 1ാം സ്ഥാനം കിട്ടിടത്തുനിന്ന് 2ാം സ്ഥാനത്തേക്കായി പോകുമ്പോൾ അവർ ഡെസ്പായി പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ട ക്രമീകരണം എന്താണ് ചെയ്തിട്ടുള്ളത്? നമുക്ക് അങ്ങനെ ശരിക്കുള്ള ഒരു വിലയിരുത്തൽ വരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു മത്സരത്തിനും ലോകത്തിൽ ഏതൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സായാലും, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആയാലും, ഏതൊരു മത്സരമായാലും ഒക്കെ തന്നെ ഒന്നിനും ഒരു യൂട്ടോപ്പിയൻ വേൾഡ് എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു പെർഫെക്റ്റ് വിലയിരുത്തൽ എന്നുള്ളത് അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മനുഷ്യരാണ് അതിനെ വിലയിരുത്തുന്നത്. മനുഷ്യർക്ക് അവരവരുടെ മനസ്സിലുള്ള പ്രജുഡിസും ബയസും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കും. അത് മത്സരവേദികളിൽ മാത്രമല്ല, ജീവിതത്തിൽ
മൊത്തം നമുക്കുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്ന് കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യുവജനോത്സവ വേദികൾ എന്ന് പറയുന്നത് മത്സരത്തിന് മാത്രമായി ഉള്ള വേദിയാക്കി മാറ്റരുത് അതിനെ. അതിൻ്റെ അന്തിമമായ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രശംസയോ അല്ലെങ്കിൽ ഈ പ്രശംസാപത്രമോ അല്ലെങ്കിൽ ഒരു പ്രൈസോ മാത്രമാകരുത്. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. ആ കലയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, കലയെ ആരാധിക്കുമ്പോൾ ശരിക്കും ആ സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പോയി ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനും കൺഗ്രാജുലേറ്റ് ചെയ്യാനും ഉള്ളൊരു മനസ്സാണ് ശരിക്കും കുട്ടികളിൽ വളർത്തേണ്ടത്. അവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കുക എന്നുള്ളതിനും കൂടെ ഒരു വേദിയാക്കി മാറ്റണം യുവജനോത്സവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മാഡം ഇപ്പം സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ തന്നെ കലാരംഗത്ത് കൂടുതൽ ഉണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? ചെറുപ്പകാലം മുതൽ തന്നെ ഡാൻസ് ആയിരുന്നോ, പാട്ടായിരുന്നോ? അഭിനയവും പാട്ടും പ്രസംഗവും. എന്നിട്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഈ മേഖലയിലേക്ക് വരാൻ കാരണം എന്താ? ഇല്ല, എല്ലാം അപ്പോഴും പഠനവും ഉണ്ടായിരുന്നു. അത് തന്നെ എല്ലാം ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും പാട്ട് പാടുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ IAS പോയതുകൊണ്ട് മലയാള സിനിമയ്ക്ക് നല്ലൊരു നായികയെ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ആണേലും ചിലപ്പോ ഈ അധികാരം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പടത്തിൽ അഭിനയിച്ചാലും. ജോലി വേറെ, അല്ല, എന്നാലും അങ്ങനെ അവസരം നല്ല വന്നാൽ അഭിനയിക്കും. കലാരംഗത്ത് തുടരാൻ അനുവാദമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടരും. ഇപ്പോഴും കോട്ടയത്തും ഒരു കച്ചേരി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുവർണം 2015 സാംസ്കാരികോത്സവത്തിൽ ഭരതനാട്യം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജോലി തിരക്കിനിടയിലും ഇതിനായി കുറച്ച് സമയം കണ്ടെത്തുവാനും ജനങ്ങളിൽ അതിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുവാനുമുള്ളൊരു അവസരം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, പ്രഷ്യസ് ആണ്. എനിക്ക് ഭാഗ്യമാണ്, വളരെ അപൂർവമായ ഭാഗ്യമാണ്. അപ്പം നമ്മുടെ കൗമുദി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു വരി ഒന്ന് പാടാം. കാക്കക്കറുമ്പൻ കണ്ടാൽ കോരുമ്പൻ കാർവർണ്ണൻ എൻ്റെ കാർവർണ്ണൻ കാലിയെ മെച്ചു നടക്കുമ്പോൾ കാലൊച്ചയില്ലാതെ വന്നപ്പോൾ പാവമീ ഗോപിക പെണ്ണിൻ മനസ്സിലെ തൂവെള്ളിക്കിണ്ണം കാണാതായി ആരാരും എങ്ങാനും കണ്ടാലോ കണ്ണൻ നീ കാട്ടും മായാജാലം. താങ്ക് യു. എന്തായാലും അത് വളരെ സന്തോഷമാണ്. കാര്യം ഈ കലാ ആസ്വാദനമാണ് ഏറ്റവും ഈ അധികാരം ഉള്ള മേഖലകളിൽ അങ്ങനെ കല മനസ്സിലുള്ളവർ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അവർക്ക് ഈ തീർച്ചയായിട്ടും മുമ്പേ മാഡം പറഞ്ഞതുപോലെ മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും. ഒരു കലാകാരനും കലാസ്വാദകന് പറ്റും. അപ്പോൾ ആ കുറവ് നികത്തട്ടെ നിങ്ങളെപ്പോലുള്ള പുതിയ ആൾക്കാർ. അതിനുവേണ്ടി ഈ 2016 തൊട്ട് മാഡത്തിന് ഒരുപാട് നല്ല അവസരങ്ങളും അതിനുള്ള എല്ലാ ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും എല്ലാം കിട്ടട്ടെ. ഒരുപാട് കാലം ഈ സൗന്ദര്യം ഇതുപോലെ നിൽക്കാനും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നതിൽ നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുവജനോത്സവ വേദികൾ ഒരു ഉത്സവമാക്കി, കലയുടെ ഒരു ഉത്സവമാക്കി, ജീവിതത്തിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നന്ദി.